പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 46 ദിവസം. റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് 4 അധ്യായം 14 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു, നിനക്ക് ഒരു പിന്തുടർച്ചാവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആ അവകാശി ഇസ്രായേലിൽ പ്രസിദ്ധി ആർജിക്കട്ടെ. അവൻ നിനക്ക് നവജീവൻ പകരും. വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളും ആയ നിന്റെ മരുമകളാണ് അവനെ പ്രസവിച്ചത്. നവോമി ശിശുവിനെ മാറോടണച്ചു. അവൾ അവനെ പരിചരിച്ചു. അയൽക്കാരായ സ്ത്രീകൾ നവോമിക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓബദ് എന്ന് അവന് പേരിട്ടു. അവൻ ദാവീദിന്റെ പിതാവായ ജസ്സയുടെ പിതാവാണ്. പേരസിന്റെ പിന്തലമുറക്കാർ ഇവരാണ്. പേരസ് ഹെബ്രോന്റെ പിതാവാണ്. ഹെബ്രോൻ രാമിൻ്റെയും, രാം അമിനാദാബിൻ്റെയും, അമിനാദാബ് നഹ്ഷോൻ്റെയും, നഹ്ഷോൻ സൽമോൻ്റെയും, സൽമോൻ ബോവാസിൻ്റെയും, ബോവാസ് ഓബദിൻ്റെയും, ഓബദ് ജസ്സയുടെയും, ജസ്സെ ദാവീദിൻ്റെയും പിതാവാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, രക്ഷാകര ചരിത്രത്തിൻ്റെ ഊടും പാവും രചിക്കുന്ന വംശാവലി ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്തായ ഇടപെടലുകൾ നമുക്ക് കാണാനാവും. ദൈവത്തിൻ്റെ കരുണയും അവിടുത്തെ തിരഞ്ഞെടുപ്പും പ്രകടമാകുന്ന രക്ഷാകര ചരിത്രത്തിൻ്റെ വംശാവലി ഗ്രന്ഥം ഇഴപിരിഞ്ഞു കിടക്കുന്നത് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. അവിടുത്തേക്ക് ഇഷ്ടമുള്ളവരോട് അവിടുന്ന് കരുണ കാണിക്കും. അങ്ങനെ കരുണ കാണിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് മോവാബ്യ സ്ത്രീയായ റൂത്ത്. റൂത്തിൻ്റെ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിന്, കരുണയ്ക്ക് അതിരില്ല എന്ന ഉത്തമ ഉദാഹരണമാണ്. ഒരു മോവാബ്യ സ്ത്രീയിലൂടെയാണ് രക്ഷാകര ചരിത്രത്തിൻ്റെ തലമുറ ബന്ധങ്ങൾ വേർപിടിച്ച് കിടക്കുക. മോവാബ്യ സ്ത്രീയായ റൂത്ത് ബോവാസിന്റെ ഭാര്യയാവുകയും ബോവാസിൽ നിന്ന് ഓബദ് ജനിക്കുകയും ഓബദ് ജസ്സയുടെ പിതാവാവുകയും ചെയ്യുന്നു. ജസ്സയാകട്ടെ ദാവീദിന്റെ പിതാവാണ്. ദാവീദിന്റെ വംശത്തിൽ നിന്നാണ് ക്രിസ്തു ജനിക്കുന്നത്. കർത്താവിൻ്റെ കരുണയുടെ കയർ നീണ്ടുപോകുന്നത് ഈ വംശാവലി ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനാവും. ദൈവം എത്രമാത്രം കാരുണ്യമാണ് റൂത്തിനോട് കാണിച്ചത്. എന്തെന്നാൽ അവൾക്ക് അമ്മായിയമ്മയോടുള്ള തികഞ്ഞ ഭക്തിയും ബഹുമാനവും ആദരവും കർത്താവിന് പ്രീതികരമായ കാഴ്ചയായിരുന്നു. അവളുടെ നിശ്ചയദാർഢ്യത്തെയും അവളുടെ ഉത്തരവാദിത്വ ബോധത്തെയും ദൈവാശ്രയ ബോധത്തെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിച്ചു. അങ്ങനെ ഒരു വിജാതീയ സ്ത്രീയും
യേശുവിൻ്റെ വംശാവലി ഗ്രന്ഥത്തിൽ ഇടം പിടിക്കുന്ന കരുണയുടെ അഭിഷേകമാണ് നാം പിന്നീട് കാണുന്നത്. ദൈവപ്രീതിയാണ് പ്രധാനം. ദൈവം നമ്മെ കടാക്ഷിച്ചാൽ, അനുഗ്രഹിച്ചാൽ, ദൈവം നമ്മുടെ ഇടയനായാൽ, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമായാൽ ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ പക്ഷത്ത് എങ്കിൽ ആര് എനിക്കെതിര് നിൽക്കും? ദൈവം പക്ഷത്ത് നിൽക്കുന്ന റൂത്തിനെയാണ് ഈ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. ദൈവം നമ്മുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ അവൻ്റെ വക്ഷസിൽ ചാരിക്കിടന്ന യോഹന്നാൻ അനുഭവിച്ച സ്നേഹസാന്ത്വനം നമുക്ക് അനുഭവിക്കാനാവും. അവൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹച്ചാലിൽ നിന്നൊഴുകുന്ന രക്തവും ജലവും കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന നമുക്ക് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ദൈവത്തെ പ്രാപിക്കാൻ, അവിടുത്തെ സ്നേഹസാന്ത്വനം അനുഭവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിൽ എന്നെ അടുപ്പിക്കണമേ. എൻ്റെ ജീവിത മുറിവുകളിൽ അങ്ങയുടെ സ്നേഹസാന്ത്വനം പുരട്ടണമേ. അങ്ങയുടെ പാർശ്വത്തിൽ നിന്നും ഒഴുകുന്ന രക്തവും ജലവും എൻ്റെ ജീവിതത്തിൻ്റെ അഭിഷേക സാന്ത്വനമായി രൂപാന്തരപ്പെടട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.